എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് UGC നെറ്റ് അല്ലെങ്കിൽ NTA നെറ്റിൻ്റെ കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. നമ്മളൊരു ക്രാഷ് കോഴ്സ് ചെയ്യുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായിട്ട് റിലേറ്റ് ചെയ്തിട്ട് കുറേ സംശയങ്ങളുണ്ട്. ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും, എത്ര വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും, എന്നാണ് എക്സാം നടക്കുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരോടും നമുക്ക് ജൂൺ ഡിസംബർ ഇങ്ങനെ ഒരു വർഷം 2 തവണയായിട്ടാണ് എക്സാം നടക്കുന്നത്. അപ്പോൾ ഇവിടെ ജൂൺ 2023 ജൂണിൽ നടന്ന എക്സാമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇൻഫോർമേഷൻ ബ്രോഷർ ഉണ്ട്. ഇത് നമുക്ക് നോക്കിയിട്ട് ഏകദേശം എന്നത്തേക്ക് ഡിസംബറിലാണ് എക്സാം വരുന്നത് സാധാരണ രീതിയിൽ. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഇതിൽ വന്നിരിക്കുന്ന കാര്യങ്ങൾ, എത്ര വയസ്സ് വരെയാണ്, എന്തൊക്കെ പഠിക്കണം, സിലബസും ഫുള്ളായിട്ട് ഒരു നെറ്റിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അതുകൂടാതെ നമ്മുടെ ക്രാഷ് കോഴ്സായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഉള്ള കാര്യങ്ങൾ. ക്രാഷ് കോഴ്സ് നമ്മൾ ഓഗസ്റ്റിലാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. എന്നിട്ട് നമ്മളിപ്പോൾ അത് സെപ്റ്റംബറിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ക്രാഷ് കോഴ്സ് നെറ്റിന് വേണ്ടിയിട്ടുള്ള ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് സെപ്റ്റംബറിലായിരിക്കും. ഫുള്ളി റെക്കോർഡഡ് ക്ലാസ്സസ് ആയിരിക്കും. പിന്നെ PDFും അതോടൊപ്പം തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അവൈലബിൾ ആയിരിക്കും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ഉണ്ടാവും. പിന്നെ അതുകൂടാതെ തന്നെ എല്ലാം നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കാണാം. അതുകൊണ്ട് റെക്കോർഡഡ് ക്ലാസ്സുകളായിരിക്കും, റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സുകളായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. ബാക്കി എത്ര രൂപയാണ് എന്നുള്ളതൊക്കെ അറിയണമെങ്കിൽ തീർച്ചയായും നിങ്ങൾ ടെലഗ്രാമിലേക്കൊന്ന് മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ടെലഗ്രാമിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. നിങ്ങൾ എനിക്ക് പേഴ്സണലായിട്ട് ഒന്ന് ആർക്കെങ്കിലും നെറ്റ് ക്രാഷ് കോഴ്സിന് ചേരാൻ താല്പര്യമുള്ളവർക്ക് എനിക്ക് മെസ്സേജ് അയക്കാം. അപ്പോൾ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ 4 മാസം കൊണ്ട് നമ്മൾ നെറ്റിന് വേണ്ട എല്ലാ കാര്യങ്ങളും പേപ്പർ 1ഉം അതോടൊപ്പം തന്നെ പേപ്പർ 2 കൊമേഴ്സുമാണ് നമ്മൾ എടുക്കുന്നത്. വേറെ പേപ്പർ 2 ഒന്നും എടുക്കുന്നില്ല, കൊമേഴ്സ് ഓൺലി മാത്രം കേട്ടോ. പേപ്പർ 1 പ്ലസ് പേപ്പർ 2 ഓക്കെ, അങ്ങനെയാണ് എടുക്കുന്നത്. അപ്പോൾ ചേരാൻ താല്പര്യമുള്ളവർ ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ പറയുക കേട്ടോ. കുറച്ച് പേർക്കേ ചേരാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ചേരാൻ താല്പര്യമുള്ളവർ ഒരു മിനിമം നമ്പർ ഓഫ് സ്റ്റുഡൻസ് എത്ര പേരുണ്ടെന്ന് നോക്കിയിട്ടായിരിക്കും ക്ലാസ്സിൻ്റെ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ചേരാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ ഒന്ന് അറിയിക്കുക, പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുക. ഇൻ കേസ് പേഴ്സണലായിട്ട് ടെലഗ്രാമിൽ മെസ്സേജ് അയക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ദയവായിട്ട് നമ്മുടെ ടെലഗ്രാം ഡിസ്കഷൻ ഗ്രൂപ്പ് ഉണ്ടല്ലോ, അവിടെ ഒന്നൊരു ഹായ് അയച്ചിട്ട് മിസ് നെറ്റിൻ്റെ ക്ലാസ്സിനെ പറ്റി അറിയാനാണ് എന്നൊന്ന് പറഞ്ഞാൽ മതി. ഞാൻ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചോളാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഡിസംബറിലാണ് എക്സാം എന്ന് പറഞ്ഞു അല്ലേ. ഈ ഡിസംബറിൽ അവർ എക്സാം നടത്തുമ്പോൾ നമുക്ക് തൊട്ട് 1 മാസമാണ് ഇവർ സമയം തരുന്നുള്ളൂ പഠിക്കാനായിട്ട്. എക്സാം ഡേറ്റ് വന്നിട്ട് പഠിച്ചാൽ പോരെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതത്ര പ്രാക്ടിക്കൽ അല്ലല്ലോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ഡീറ്റെയിൽസ് നോക്കുമ്പോൾ മനസ്സിലാവും. ആകെ കഷ്ടിച്ച് 1 മാസമാണ് നമുക്ക്. ഇവിടെ നോക്കൂ, ഇത് ജൂണിലെയാണ് കേട്ടോ, ജൂണിലെ ഇൻഫോർമേഷൻ ബ്രോഷറാണ്. പക്ഷെ നമുക്ക് ഏകദേശം കാര്യങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാവും. ഇവിടെ നോക്കിയേ, ഓൺലൈൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് മെയ്യിലായിരുന്നു. ഓക്കെ, 10th May to 31st May അതായിരുന്നു ഓൺലൈൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഇവിടെ ജനറൽ അൺറിസർവ്ഡിന് 1150 രൂപ, ജനറൽ EWS OBC NCLന് 600 രൂപ, SC ST PWD 325 രൂപയാണ്. ഓക്കെ, ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാം സബ്മിറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് കറക്ഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ തിരുത്താനുള്ളതൊക്കെ ഉണ്ട്. പിന്നെ ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ എന്നാണ് ജൂൺ 13 മുതൽ 22. അപ്പോൾ നോക്കൂ, മെയ് 10 മുതൽ 31 വരെയാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ സമയം തന്നത് അല്ലേ. മെയ് 10 അപ്ലൈ ചെയ്തവർക്ക് ജസ്റ്റ് എന്താണ് 1 മന്ത് ലഭിക്കുന്നുള്ളൂ. ജൂൺ അല്ലേ, ജൂൺ 13 ആകുമ്പോഴത്തേക്കും എക്സാമാണ്. അപ്പോൾ ഇനി എക്സാമിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 3 മണിക്കൂറാണ്. പേപ്പർ 1ഉം പേപ്പർ 2ഉം കൂടി ഒരുമിച്ചായിരിക്കും. പേപ്പർ 1 അത് കഴിയുമ്പോൾ തന്നെ പേപ്പർ 2 ആണ്. ഒരു ബ്രേക്കോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല, കറക്റ്റ് 3 മണിക്കൂർ. പിന്നെ ഷിഫ്റ്റ് ആയിട്ടായിരിക്കും. ഫസ്റ്റ് ഷിഫ്റ്റ് എന്ന് പറയുന്നത് 9 AM to 12, 2 ഷിഫ്റ്റ്. ഓക്കെ, അപ്പോൾ 9 to 12 എന്ന് പറയുമ്പോൾ അവിടെ 3 മണിക്കൂർ കഴിഞ്ഞു. പിന്നെ സെക്കൻഡ് ഷിഫ്റ്റ് കിട്ടുന്നവർക്ക് 3 to 6 അങ്ങനെയായിരിക്കും ഷിഫ്റ്റും ഉണ്ടാവുന്നത്. ഓക്കെ, ഇനി നമുക്കിതിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ എന്തൊക്കെയാണ് വയസ്സിൻ്റെ കാര്യങ്ങൾ ഒക്കെ നമുക്ക് നോക്കാം. ഇത് ജൂണിലെയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ. ഇനി ഇവിടെ നോക്കിയേ, CBT മോഡാണ് അല്ലേ. നമുക്കറിയാം കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ് ഇത് നടക്കുന്നത്. ഇനി പാറ്റേൺ ഓഫ് എക്സാമിനേഷനിൽ പേപ്പർ 1ൽ 100 മാർക്കിനാണ്
എത്ര ക്വസ്റ്റ്യൻ? 50 ക്വസ്റ്റ്യൻ ആണുള്ളത്. പേപ്പർ 1 50 ക്വസ്റ്റ്യന് 100 മാർക്ക്. അതിൽ പേപ്പർ 1 കൂടുതലായിട്ട് ടീച്ചിങ് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡാണ് കൂടുതലായിട്ട് നോക്കുന്നത്. ഇനി പേപ്പർ 2 എന്ന് പറയുന്നത് 100 മാർക്കാണ്. 100 ക്വസ്റ്റ്യൻസിന് വേണ്ടി 200 മാർക്കാണ്. ഓക്കെ, അവിടെ നമ്മുടെ സബ്ജക്റ്റ് ഏതാണോ, ഇപ്പം ഞാൻ കൊമേഴ്സ് ആയതുകൊണ്ട് കൊമേഴ്സ് ആ റിലേറ്റ് ചെയ്ത്, അപ്പോൾ ഓരോരുത്തരുടെ ഇപ്പോൾ മാനേജ്മെൻറ്റ് ആണെങ്കിൽ മാനേജ്മെൻറ്റ്, നമ്മൾ ഏതാണോ നമ്മുടെ സബ്ജക്റ്റ് ആ സബ്ജക്റ്റിൻ്റെ എക്സാം ആയിരിക്കും. ആ സബ്ജക്റ്റിനുള്ള എക്സാമാണ് ഈ പേപ്പർ 2 എന്ന് പറയുന്നത്. എല്ലാ ക്വസ്റ്റ്യൻസും കമ്പൽസറി ആണ്. 3 മണിക്കൂറാണ്, അല്ലെങ്കിൽ 180 മിനിറ്റ് ആണ്, ബ്രേക്ക് ഒന്നും ഇല്ലാതെ തന്നെ. ഓക്കെ, ഇനി മീഡിയത്തെ പറ്റിയിട്ട് നമുക്ക് ഇംഗ്ലീഷും ഹിന്ദിയും നമുക്ക് കാണാൻ സാധിക്കും. ഇംഗ്ലീഷ് ആയിരിക്കും ഇവർ ഫൈനലായിട്ട് എടുക്കുന്നത്. ഇനി മാർക്കിംഗ് സ്കീം നോക്കിയാൽ നമ്മൾ കണ്ടു, 50 ക്വസ്റ്റ്യന് 100 മാർക്ക് എന്ന് പറയുമ്പോൾ ഒരു ക്വസ്റ്റ്യന് 2 മാർക്ക് വീതമാണ്. പിന്നെയോ കറക്റ്റ് ആണെങ്കിൽ 2 മാർക്കും, നോ നെഗറ്റീവ് മാർക്കിംഗ് ഫോർ ഇൻകറക്റ്റ് റെസ്പോൺസ്, അതായത് നെഗറ്റീവ് മാർക്കിംഗ് ഇവിടെയില്ല. കറക്റ്റ് ആണെങ്കിൽ 2 മാർക്ക് ലഭിക്കും. ഓക്കെ, ഇനി ഏതായിരിക്കണം ക്വാളിഫൈ ചെയ്യേണ്ടത്? ഏതായിരിക്കണം? PG ആയിരിക്കണം അല്ലേ? നോക്കി, ജനറൽ അൺറിസർവ്ഡ് ജനറൽ EWS കാൻഡിഡേറ്റ് ഹു ഹാവ് സെക്യൂർഡ് അറ്റ്ലീസ്റ്റ് 55% മാർക്ക് വിത്തൗട്ട് റൗണ്ടിങ് ഓഫ്. അതായത് ഇവരൊക്കെ 55 മാർക്ക് എന്തായാലും റൗണ്ട് ചെയ്യാതെ തന്നെ എത്ര മാർക്ക് വേണം? 55% മാർക്ക് വേണം. ഇനി അല്ലാതെ OBC, SC, ST, PWD, തേർഡ് ജെൻഡർ കാറ്റഗറിക്ക് എത്ര മതി? 50% മതി. അപ്പോൾ PG ആണ്. PGയിൽ നോക്കുക നിങ്ങളുടെ കാറ്റഗറി ഏതാണ്, അതിനനുസരിച്ചുള്ള മാർക്ക്. 55-ന് എബോവ് ഉണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട, യു ആർ എലിജിബിൾ. ഓക്കെ, PGക്കുള്ള കാര്യമാണ് പറയുന്നത്. ഇനിയും നമുക്കറിയാം, ഇത് നെറ്റ് എഴുതുമ്പോൾ നമുക്ക് അസിസ്റ്റൻറ്റ് പ്രൊഫസർ, അതോടൊപ്പം തന്നെ ജൂനിയർ JRF എന്ന് പറയുന്ന ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ്, ഇതിന് രണ്ടിനും കൂടി എഴുതാൻ സാധിക്കും. അവർക്കുള്ള എന്തൊക്കെ വയസ്സാണ് അതൊക്കെ ഇവിടെയുണ്ട്, നമുക്ക് നോക്കി. JRF എന്ന് പറയുന്നതിൻ്റെ ഏജ് ലിമിറ്റ് നോട്ട് മോർ ദാൻ 30 ഇയേഴ്സ്, 30 വയസ്സിൽ കൂടരുത്. ഓക്കെ, ഇനി അതിലൊരു ഇത് പറയുന്നുണ്ട്, റിലാക്സേഷൻ അപ് ടു 5 ഇയേഴ്സ് ഈസ് പ്രൊവൈഡഡ് ടു ദ കാൻഡിഡേറ്റ് ബിലോങ്ങിങ് ടു OBC, NCL, SC, ST, PWD, തേർഡ് ജെൻഡർ കാറ്റഗറീസ് ആൻഡ് ടു വുമൺ ആപ്ലിക്കൻസ്. 5 വയസ്സ് ഇളവും കൂടിയുണ്ട് JRFന്. അസിസ്റ്റൻറ്റ് പ്രൊഫസറിന് നോ അപ്പർ ഏജ് ലിമിറ്റേ ഇല്ല. അപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഈ വയസ്സാവാത്തവരാണെങ്കിൽ എന്ത് ചെയ്യുക? രണ്ടും നമുക്ക് ടിക്ക് കൊടുത്താൽ മതിയല്ലോ. രണ്ടും ടിക്ക് കൊടുത്ത് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കും. മാർക്കിൻ്റെ വേരിയേഷനിലാണ് JRF കിട്ടുന്നുണ്ടോ. അസിസ്റ്റൻറ്റ് പ്രൊഫസറിന് ഇപ്പോൾ ഒരു 80 ആണെങ്കിൽ JRFന് അതിൽ കൂടുതൽ മാർക്ക് വേണം. ഓക്കെ, അപ്പോൾ അത് നമുക്ക് അങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി ഇവിടെ റിസർവേഷൻ്റെ കാര്യങ്ങളാണ്. റിസർവേഷനിലേക്ക് ഞാൻ കടക്കുന്നില്ല. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണെന്ന് നോക്കാം. ഇത് എങ്ങനെയൊക്കെയാണ് നമ്മൾ ഫോം ഫില്ല് ചെയ്യേണ്ടത്, ഓൺലൈനായിട്ടാണ് ചെയ്യേണ്ടത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ആ സമയത്ത് എക്സാം വരുന്ന സമയത്ത് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളെ പറ്റിയിട്ട് എന്താണ് ഇതൊക്കെയാണ് പറഞ്ഞത്. സെപ്റ്റംബർ മുതലാണ്, ഓഗസ്റ്റ് എന്നായിരുന്നു ആദ്യം പറഞ്ഞത്, സെപ്റ്റംബർ മുതലാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പേപ്പർ 1 പേപ്പർ 2 കൊമേഴ്സുമാണ് നമ്മൾ എടുക്കുന്നത്. റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സുകൾ, അതോടൊപ്പം അതിൻ്റെ PDF ഉണ്ടാവും. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ നന്നായി തന്നെ ഡിസ്കസ് ചെയ്ത് അതിൻ്റെ പ്രീവിയസ് ഇയറിൽ നിന്ന് നമുക്ക് കുറേ കണ്ടൻസ്, അതായത് ഏതൊക്കെയാണ് മേഖലകൾ എന്നുള്ള നല്ല രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, ഏകദേശം എല്ലാ കാര്യങ്ങളും ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് കൊമേഴ്സിൻ്റെ ഇതിൻ്റെ സിലബസ് നമുക്ക് നോക്കാം. രണ്ടിൻ്റെയും സിലബസ് ഒന്ന് നോക്കാം. ഓക്കെ, ഇതാണ് കൊമേഴ്സിൻ്റെ സിലബസ് വരുന്നത്. 10 യൂണിറ്റ്സ്. ഏതൊക്കെയാണ്? ബിസിനസ് എൻവയോൺമെൻറ്റ് ആൻഡ് ഇൻ്റർനാഷണൽ ബിസിനസ്, അക്കൗണ്ടിംഗ് ആൻഡ് ഓഡിറ്റിംഗ്, ബിസിനസ് ഇക്കണോമിക്സ്, ബിസിനസ് ഫിനാൻസ്, ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് റിസർച്ച് മെത്തേഡ്സ്, ബിസിനസ് മാനേജ്മെൻറ്റ് ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്, ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ്, ലീഗൽ ആസ്പെക്ട്സ് ഓഫ് ബിസിനസ്, ഇൻകം ടാക്സ് ആൻഡ് കോർപ്പറേറ്റ് ടാക്സ് പ്ലാനിങ്. നോക്കൂ, ഇതിൽ ഓരോന്നും നമുക്കൊന്ന് നോക്കാം എന്തൊക്കെയാണ് മെയിനായിട്ട് കൊടുത്തിരിക്കുന്നത്. ആദ്യം ബിസിനസ് എൻവയോൺമെൻറ്റ് ആൻഡ് ഇൻ്റർനാഷണൽ ബിസിനസ്. അതിൽ കൂടുതലായിട്ടും പോളിസീസ് അല്ലേ, നമുക്കറിയാം ഇക്കണോമിക് പോളിസി വരുന്നുണ്ട്. MCOMൽ നമുക്ക് ഉണ്ടായിരുന്നല്ലോ ബിസിനസ് എൻവയോൺമെൻറ്റ് ഇൻ്റർനാഷണൽ ബിസിനസ്, 2 ടെക്സ്റ്റുകൾ പഠിക്കാനില്ല. അതിൽ വരുന്ന ഇക്കണോമിക് പോളിസി, FEMA, CSR, ഇൻ്റർനാഷണൽ ബിസിനസ്സിൻ്റെ പ്രാധാന്യം, ഗ്ലോബലൈസേഷൻ, ദെൻ ബാരിയേഴ്സ്, താരിഫ് ആൻഡ് നോൺ താരിഫ് ബാരിയേഴ്സ്, FDI, FPI, ദെൻ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്,
പിന്നെ ഇൻ്റഗ്രേഷൻ ആയിട്ട് റീജിയണൽ ഇൻ്റഗ്രേഷൻ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ WTO ആയിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് എഗ്രിമെൻറ്റ്സ് കാര്യങ്ങൾ, ഇൻ്റർനാഷണൽ ഇക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ IMF, വേൾഡ് ബാങ്ക്, UN, CTAD. ഓക്കെ, ഇതൊക്കെയാണ് ഏതിൽ വരുന്നത്? ബിസിനസ് എൻവയോൺമെൻറ്റ് ആൻഡ് ഇൻ്റർനാഷണൽ ബിസിനസ്സിൽ വരുന്നത്. ദെൻ അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിങ്ങിൽ എന്തൊക്കെയാണ്? അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ കൺസെപ്റ്റ്സ്, പിന്നെ പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട്, കോർപ്പറേറ്റ് അക്കൗണ്ട്, കോർപ്പറേറ്റ് എന്ന് പറയുമ്പോൾ അതിൽ കമ്പനി ആയിട്ട് റിലേറ്റ് ചെയ്ത്, പിന്നെ ഹോൾഡിംഗ് കമ്പനി അക്കൗണ്ട് ഉണ്ട്, കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് വരുന്നുണ്ട്. ദെൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ്, റേഷ്യോസ്, FMൽ റേഷ്യോസ് ഒക്കെ ഉണ്ടല്ലോ അത്, പിന്നെ ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ് വരുന്നുണ്ട്. ഇനി IFRSും IND-AS, പിന്നെ ഓഡിറ്റിങ്, റീസെൻറ്റ് ട്രെൻഡ്സ് ഇൻ ഓഡിറ്റിംഗ്, എല്ലാം കൂടി ഒരു മിക്സാണ് ഇതിൽ വരുന്നത്, ഈ അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിങ്ങിൽ വരുന്നത്. പിന്നെ ബിസിനസ് ഇക്കണോമിക്സിൽ ഡിമാൻഡ് അനാലിസിസ്, കൺസ്യൂമർ ബിഹേവിയർ, ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻസ്, തിയറി ഓഫ് കോസ്റ്റ്, ഷോർട്ട് റൺ കോസ്റ്റ്, ലോങ് റൺ കോസ്റ്റ്, പ്രൈസ് ഡിറ്റർമിനേഷൻ അണ്ടർ ഡിഫറെൻറ്റ് മാർക്കറ്റ് ഫേംസ്, ദെൻ പ്രൈസിങ് സ്ട്രാറ്റജി. ഓക്കെ, ദെൻ ബിസിനസ് ഫിനാൻസിൽ ലീസ് ഫിനാൻസിങ്, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് ടൈം വാല്യൂ ഓഫ് മണി, ക്യാപിറ്റൽ സ്ട്രക്ചർ, ക്യാപിറ്റൽ ബജറ്റിംഗ് ഡിസിഷൻ, വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ്, റിസ്ക് ആൻഡ് റിട്ടേൺ അനാലിസിസ്, ഇൻ്റർനാഷണൽ മോണിറ്ററി സിസ്റ്റം, ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ്, ഇൻ്റർനാഷണൽ ആർബിട്രേജ്, മൾട്ടിനാഷണൽ ക്യാപിറ്റൽ ബജറ്റിംഗ്, ബിസിനസ് ഫിനാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്ത്. ദെൻ ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് റിസർച്ച്, അതിൽ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ, സ്ക്യൂനെസ്, കോറിലേഷൻ, പ്രോബബിലിറ്റി, ദെൻ റിസർച്ച് കൺസെപ്റ്റ്, റിസർച്ച് ഡിസൈൻ, ഡേറ്റ കളക്ഷൻ, സാമ്പിളിംഗ്, ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ്, റിപ്പോർട്ട് റൈറ്റിംഗ്. യൂണിറ്റ് 6ൽ ബിസിനസ് മാനേജ്മെൻറ്റ് ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ആയിട്ട് റിലേറ്റ് ചെയ്ത് ഓർഗനൈസേഷൻ സ്ട്രക്ചർ, ദെൻ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി, മോട്ടിവേഷൻ ആൻഡ് ലീഡർഷിപ്പ്, കോർപ്പറേറ്റ് ഗവേണൻസ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്, കോമ്പൻസേഷൻ മാനേജ്മെൻറ്റ്, പെർഫോമൻസ് അപ്രൈസൽ, then personality, organizational culture, etc. Banking and financial institution, അതിൽ ഇന്ത്യൻ ബാങ്ക്സിൻ്റെ ടൈപ്പ് ഓഫ് ബാങ്ക് വരുന്നുണ്ട്, RBI വരുന്നുണ്ട്. ദെൻ ബാങ്കിങ് സെക്ടർ ഇൻ ഇന്ത്യയിൽ ബേഴ്സൽ നോംസ് ഏതൊക്കെയാണ്, ദെൻ ഫിനാൻഷ്യൽ മാർക്കറ്റ്, ഇൻസ്റ്റിറ്റ്യൂഷൻ, റെഗുലേറ്റേഴ്സ്, ദെൻ ഇൻഷുറൻസും ഏതിൽ വരുന്നുണ്ട്? ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന യൂണിറ്റിൽ വരുന്നുണ്ട്. മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിൽ പ്രൊഡക്റ്റ് ഡിസിഷൻ, pricing decision, promotion, distribution decision, consumer behavior, service marketing, trends in marketing, logistics management. Legal aspects of business, Contract Act, Special Contract, Sale of Goods Act, Negotiable Instruments Act, then the Companies Act 2013, Competition Act 2002, Information Technology Act 2000, RTI Act 2005, IPRs, then GST. ലാസ്റ്റ് യൂണിറ്റ് 10ൽ ഇൻകം ടാക്സ് ആൻഡ് കോർപ്പറേറ്റ് ടാക്സ് പ്ലാനിംഗ് ആണ്. ഇതിൽ ഇൻകം ടാക്സിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ ഇൻ്റർനാഷണൽ ടാക്സേഷൻ വരുന്നുണ്ട്, കോർപ്പറേറ്റ് ടാക്സ് പ്ലാനിംഗ്, മേക്ക് ഓർ ബൈ ഡിസിഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ, ദെൻ ഡിഡക്ഷൻ ആൻഡ് കളക്ഷൻ ഓഫ് ടാക്സ് അറ്റ് സോഴ്സ്, TDS തുടങ്ങിയ കാര്യങ്ങൾ, ഫയലിംഗ്. ഇത്രയുമാണ് നമുക്ക് കൊമേഴ്സിൽ പഠിക്കാനുള്ള 10 യൂണിറ്റും അതിൻ്റെ ഓരോ യൂണിറ്റിൽ എന്തൊക്കെയുണ്ട് എന്നുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നമ്മൾ ഇത് പഠിച്ചു പോവുകയാണെങ്കിൽ, എല്ലാ ടോപ്പിക്കും കവറാവുന്ന രീതിയിൽ പഠിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമ്മൾ പഠിച്ചു പോകണം. ഇപ്പോൾ ഒരു ഞാൻ ക്ലാസ് എടുത്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ ആ ക്ലാസ് കാണുന്നതിനോടൊപ്പം തന്നെ നമ്മുടേതായ എഫേർട്ട് എടുത്ത് അതിൻ്റെ ഒരു ലെക്ചർ നോട്ട് തയ്യാറാക്കാനോ, അല്ലെങ്കിൽ ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ടെക്സ്റ്റ്, ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു, ഇപ്പോൾ ഇൻകം ടാക്സ് ബേസിക് ഞാൻ റെക്കോർഡഡ് ക്ലാസ് ആയിട്ട് എടുത്തു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ടെക്സ്റ്റ് ഉള്ളവരാണെങ്കിൽ ടെക്സ്റ്റ് ഒന്നും കൂടി വായിച്ചു നോക്കുക. ഓക്കെ, എക്സ്ട്രാ പോയിൻറ്റ്സ് നിങ്ങളും കൂടി എടുക്കണം. നമ്മുടെ ഒരു എഫേർട്ടിനാണ് ഇവിടെ പ്രാധാന്യം, അല്ലേ? അപ്പം റെക്കോർഡഡ് ക്ലാസ് ആണ്. ഇതാണ് നമുക്ക് കൊമേഴ്സ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സിലബസ്. ഇനി പേപ്പർ 1ൻ്റെ സിലബസും കൂടി ഒന്ന് നോക്കാം. പേപ്പർ 1 ജനറൽ പേപ്പർ ഓൺ ടീച്ചിങ് ആൻഡ് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് ആണ് പേപ്പർ 1 എന്ന് പറയുന്നത്. ഇത് എല്ലാവർക്കും കമ്പൽസറി ആണ്. ഇതിൽ വരുന്നത് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, ഫസ്റ്റ് യൂണിറ്റ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, ടീച്ചിങ്ങിൻ്റെ കൺസെപ്റ്റ്, ഒബ്ജക്റ്റീവ്സ്, ദെൻ ലേണേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ്, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ടീച്ചിങ്, ദെൻ മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്, ടീച്ചിങ് സപ്പോർട്ട് സിസ്റ്റം, ഇവാലുവേഷൻ സിസ്റ്റം. യൂണിറ്റ് 2 റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്, ടൈപ്സ് ഓഫ് റിസർച്ച്, മെത്തേഡ്സ് ഓഫ് റിസർച്ച്, സ്റ്റെപ്സ്, ദെൻ റിസർച്ച് എത്തിക്സ്,
യൂണിറ്റ് 3 എന്ന് പറയുന്നത് കോംപ്രിഹെൻഷൻ ആയിരിക്കും. നമുക്കൊരു പാസേജ് തന്നിട്ടുണ്ട്, ആ പാസേജ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ആൻസർ ചെയ്യേണ്ടത്. ദെൻ യൂണിറ്റ് 4 കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷനിൽ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, ബാരിയേഴ്സ്, മാസ് മീഡിയ ആൻഡ് സൊസൈറ്റി എന്നിവയാണ് വരുന്നത്. ദെൻ യൂണിറ്റ് 5 റീസണിങ്, മാത്തമാറ്റിക്കൽ റീസണിങ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് ആണ്. അതിൽ കുറച്ച് ടൈപ്സ് ഓഫ് റീസണിങ് ഉണ്ടാവും, നമ്പർ സീരീസ്, ലെറ്റർ സീരീസ്, കോഡ്സ്, റിലേഷൻസ്. ദെൻ മാത്തമാറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡ്, അതായത് നമുക്ക് സാധാരണ ഈ PSC SSC ക്വസ്റ്റ്യനിലൊക്കെ ചോദിക്കുന്ന പോലത്തെ, എക്സാമിന് ചോദിക്കുന്ന പോലത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ദ ലോജിക്കൽ റീസണിങ്ങിൽ അനലോഗ്സ്, പിന്നെ വെൻ ഡയഗ്രാം അല്ലേ, വെൻ ഡയഗ്രാം, ഇന്ത്യൻ ലോജിക്ക്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്ന ലോജിക്കൽ റീസണിങ്ങിൽ. പിന്നെ DI ഡേറ്റ ഇൻ്റർപ്രിറ്റേഷൻ ഉണ്ടാവും. നമുക്കൊരു ഗ്രാഫൊക്കെ തന്നിട്ട്, ഏതെങ്കിലും ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനൊക്കെ തന്നിട്ട് അതിൽ നിന്ന് നമ്മൾ ഓരോന്ന് കണ്ടുപിടിക്കുന്നതാണ് ഡേറ്റ ഇൻ്റർപ്രിറ്റേഷൻ എന്ന് പറയുന്നത്. പിന്നെയുള്ളത് ICT, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയാണ്. ICT ഗവേണൻസ്, ഡിജിറ്റൽ ഇനീഷ്യേറ്റീവ്സ്, എന്തൊക്കെയാണ് ഹയർ എഡ്യൂക്കേഷനിലെ ഡിജിറ്റൽ ഇനീഷ്യേറ്റീവ്സ്, അങ്ങനെയുള്ളത്. ദെൻ പീപ്പിൾ ഡെവലപ്മെൻറ്റ് ആൻഡ് എൻവയോൺമെൻറ്റ്, ഹ്യൂമൻ ആൻഡ് എൻവയോൺമെൻറ്റ് ഇൻ്ററാക്ഷൻ, എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ് എന്തൊക്കെയാണ്, ഇമ്പാക്റ്റ് എന്താണ്, എനർജി റിസോഴ്സസ്, എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ആക്ട് 1986. ദെൻ യൂണിറ്റ് 10 ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റമാണ്. ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ഹയർ learning and education in ancient India, professional teaching and skill based education, then value education എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് യൂണിറ്റ് 10 പറയുന്നത്. ഇതാണ് ഇങ്ങനെ 10 യൂണിറ്റ് തന്നെയാണ് ഇത് പേപ്പർ 1 ഉള്ളത്. പേപ്പർ 1 ഈസ് കമ്പൽസറി, എല്ലാവർക്കും കമ്പൽസറി ആണ് കേട്ടോ. ഇനി നോക്കൂ, ഇവിടെ 2 കാര്യങ്ങൾ. 5 questions each carrying 2 mark are to be set to from each module. ഓക്കെ, 5 question വച്ചിട്ടാണ് ഓരോ മൊഡ്യൂളിൽ നിന്ന് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, പിന്നെ DI ഒക്കെ ഉണ്ടെങ്കിൽ അതൊരു സൈറ്റ് എന്താണ് കാൻഡിഡേറ്റ്സിനുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്, വിഷ്വലി ഇമ്പയർഡ് കാൻഡിഡേറ്റ്സിന് എങ്ങനെയാണ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ സിലബസ് എന്ന് പറയുന്നത്. അപ്പോൾ സിലബസ് എന്താണ്, ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഡിസംബറിൽ എക്സാം ആണെങ്കിൽ ജസ്റ്റ് ഒരു 1 month നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 1 month ആണ് നമുക്ക് കിട്ടുകയുള്ളൂ പഠിക്കാനായിട്ട്. അപ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കിത് ഫുൾ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് സെപ്റ്റംബർ മുതൽ നമ്മൾ ക്ലാസ്സുകൾ ആരംഭിക്കുന്നത്. നിങ്ങൾക്ക് പെയ്ഡ് ക്ലാസ് ആണ്. എന്തെങ്കിലും എക്സ്ട്രാ ഫീസിൻ്റെ കാര്യമുള്ളത് ടെലഗ്രാമിൽ ജസ്റ്റ് ഒന്ന് അറിയിച്ചാൽ മതി, അല്ലെങ്കിൽ പേഴ്സണലായിട്ടൊന്ന് മെസ്സേജ് അയയ്ക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇതൊക്കെ ഇഷ്ടമായി